പിന്നെ കുട്ടികളുടെ വിദ്യാലയമായി മാറേണ്ട ഈ വായനശാല മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആലങ്കോടിനെ വോട്ട് ചെയ്തതുകൊണ്ട് ഒരു വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആലങ്കോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ എന്നൊരു കവിതയെക്കുറിച്ച്. ലോകം നിരാശരുടെ കൂടി ഭൂമിയായി മാറുന്ന അപകടകരമായ ഒരു ഘട്ടം. ഡിസ്ക്രിമിനേഷനെ കുറിച്ച് മനസ്സിൽ വല്ലാത്ത ആശങ്ക പേറുന്ന ഒരു വിധത്തിലുള്ള ആളുകളുടെ ഘട്ടം. കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഓടിയവൻ മാത്രമാണ് വിജയിക്കുന്നത് എന്ന് തോന്നുന്നവരുടെ ഒരു കാലം. നമ്മൾ ഓട്ടത്തിൽ 1-ാം സ്ഥാനം കിട്ടണമെങ്കിൽ തോൽക്കാൻ കുറച്ചുപേർ നമ്മുടെ കൂട്ടത്തിൽ ഓടണം എന്നറിയാതെ 1-ാം സ്ഥാനം കിട്ടിയത് മാത്രമാണ് ശരിയെന്ന് കരുതുന്നവരോട്, ഞങ്ങൾ കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഓടിയത് കൊണ്ടാണ് നിങ്ങൾ 1-ാമനായതെന്നും 10 പേർ ഓടിയതിൽ ഞങ്ങൾ 9 പേരും തോറ്റത് കൊണ്ടാണ് ഒരാൾ 1-ാം സ്ഥാനത്തേക്ക് എത്തിയതെന്നും തിരിച്ചറിയാൻ കഴിയുന്ന മാനസികാവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമുക്ക് പരാതികളില്ലാതെ നിരാശകളില്ലാതെ മുന്നോട്ട് പോകാനാണ്. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിത ആലങ്കോട് എഴുതിയതാണ്. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ, മൃദുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളപൂമ്പാറ്റകൾ, ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സേക യാത്ര തിരിക്കുന്നു. ഇനി നമുക്കെന്തു വേണം ഈ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്ന് ആലങ്കോട് എഴുതിയതുപോലെ കേവലം നമ്മളെ മാത്രമല്ല, നാം നമ്മളെ മാത്രം സ്നേഹിച്ചതുകൊണ്ട് തീർന്നില്ല. നമ്മുടെ അച്ഛനെയും അമ്മയെയും സഹപാഠികളെയും മാത്രം ജീവിച്ചതുകൊണ്ട് സ്നേഹിച്ചതുകൊണ്ട് തീരില്ല. സമൂഹത്തിൻ്റെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരായി നമ്മുടെ മക്കൾ മാറുന്നതിൻ്റെ ഒരു സ്മാരകമാകട്ടെ, ഒരു വെളിച്ച കേന്ദ്രമാകട്ടെ, ഒരു പ്രകാശ ഗോപുരമാകട്ടെ ഈ ന്യൂ പ്രദേശ് വായനശാല എന്ന് സവിനയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രാമചന്ദ്രേട്ടൻ വന്നിരുന്ന വഴിക്ക് തന്നെ സ്വകാര്യമായി പറഞ്ഞത്, ജില്ലാ പഞ്ചായത്തിൽ നിന്നൊരു കമ്പ്യൂട്ടർ കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാമചന്ദ്രേട്ട, ഒരു കമ്പ്യൂട്ടറല്ല, ഇനിയും ഒരുമിച്ച് കൂടാം. ആവശ്യമായത് പറയുന്നതിൽ ഒരു മടിയുമില്ലാത്തയാളാണ്. എല്ലാ സാധനങ്ങളും ബലം പ്രയോഗിച്ച് കൊണ്ടുവരേണ്ടി വരും. നമ്മുടെ നാടിനിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാർ CCRT ഫെലോഷിപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ CCRT ഫെലോഷിപ്പ് ലഭിച്ച കഥകളി സംഗീതജ്ഞനായിട്ടുള്ള ഒരാളെ ഞാൻ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ഈ നാട്ടുകാരനാണ്, മലയാളിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. ആളുടെ പേര് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ വായനശാലയുടെ അയൽവാസി കൂടിയായ വെള്ളക്കാരി തടത്ത് ആണ് താമസിക്കുന്നതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CCRTയുടെ ഫെലോഷിപ്പ് നേടാൻ ഈ മലയോര ഗ്രാമത്തിൽ നിന്ന് അവസരം ലഭിച്ച ജയൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാൻ അന്ന് ഫോണിലാണ് വിളിച്ചതെങ്കിലും ഇന്നിവിടെ നേരിലുണ്ട്. ഹൃദയത്തിൽ തൊട്ട് കേരള സർക്കാരിന് വേണ്ടി അദ്ദേഹത്തെ ഊഷ്മളമായി അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നി. അത് വായനശാലയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ഞാൻ പറയാഞ്ഞത്. മലയോര പട്ടയത്തിൻ്റെ വിതരണ രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റത്തിന് വഴി നമ്മൾ തുറന്നു കഴിഞ്ഞു. ധാരാളമായ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്, തീർന്നിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 250 പട്ടയങ്ങൾ വനമേഖലയിൽ തയ്യാറായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 400 പട്ടയങ്ങൾ കൂടി എഴുതി തയ്യാറാക്കുന്ന തിരക്കിലാണ് നമ്മുടെ താലൂക്കിലെ LA നമ്പർ 1 ഓഫീസ്. എന്നാൽ അതിനു പുറമെ ഈ വരുന്ന 25-ാം തീയതി നേരത്തെ JVR നടന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രോപ്പർ അല്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ച ഈ ഒല്ലൂർ മണ്ഡലത്തിലെ 1439 അപേക്ഷകൾ ഉൾപ്പെടെ നമ്മുടെ ജില്ലയിലെ 4111 അപേക്ഷകൾ 25-ാം തീയതി 5 മണിക്കകം കേന്ദ്ര സർക്കാരിന് പരിവേഷ് പോർട്ടലിൽ നമ്മൾ എൻട്രി ചെയ്യും. ഒരു വലിയ നമ്പർ പട്ടയങ്ങൾ കുറഞ്ഞ കാലത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി അധിക പ്രശ്നമുണ്ടായിരുന്നത് ഇതുവരെ അപേക്ഷ കൊടുക്കാൻ JVR പോലും ഇല്ലാതിരുന്നവർ വിവരശേഖരണത്തിലൂടെ അപേക്ഷ നേരത്തെ മാനാമംഗലം വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റവന്യൂ വനം വകുപ്പുകൾ തമ്മിലുള്ള പരസ്പരം പറയാനുള്ളത് പറഞ്ഞും കൊടുക്കാനുള്ളത് കൊടുത്തും ആ പണി പൂർത്തീകരിച്ച് ജൂലൈ മാസത്തോടെ 30 വർഷത്തിന് ശേഷം കേരളത്തിൻ്റെ മലയോര മേഖലയിൽ പുതിയ JVR എന്ന ആശയം നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ ജൂലൈ മാസത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത കൂടി നിങ്ങളോട് ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.